പഠിക്കണമെന്ന് താല്പര്യമുള്ള മിക്ക കുട്ടികളും നോക്കുന്ന ഒരു മേഖലയായിരിക്കും BSc നഴ്സിംഗ്. എന്നാൽ നിങ്ങളിൽ പലരും പ്രാധാന്യം കൊടുക്കാത്തൊരു മേഖലയുണ്ട്, അതാണ് GNM, അതായത് ജനറൽ നഴ്സിംഗ് മിഡ്വൈഫറി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ജനറൽ നഴ്സിംഗ്, അതുപോലെ ആർക്കൊക്കെയാണ് ഈ കോഴ്സ് ഓപ്റ്റ് ചെയ്താൽ ബെറ്റർ ആവുന്നത്, അല്ലെങ്കിൽ ആർക്കൊക്കെ ഈ കോഴ്സ് ഓപ്റ്റ് ചെയ്യാമെന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഈ വീഡിയോയിൽ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ +2 ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ എടുത്താണ് നിങ്ങൾ മെയിൻ സ്ട്രീമായിട്ട് നിങ്ങൾ പഠിച്ചത്. ബട്ട് നിങ്ങൾക്ക് സയൻസ് ആയിരുന്നു താല്പര്യം, ബട്ട് എന്തുകൊണ്ടോ മേ ബി മാർക്ക് കുറവുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സയൻസിലേക്ക് കിട്ടാത്തത് കൊണ്ടോ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ നിങ്ങൾ പഠിച്ചു. പക്ഷേ അതിനുശേഷം നിങ്ങൾക്ക് നഴ്സിംഗ് ഫീൽഡിലേക്കാണ് പോകാൻ താല്പര്യം. ബട്ട് നിങ്ങൾ ബയോളജിയോ കെമിസ്ട്രിയോ ഒന്നും പഠിച്ചില്ല. ബട്ട് എന്നിരുന്നാലും നിങ്ങൾക്ക് നഴ്സിംഗ് ഫീൽഡിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് GNM. അതുപോലെ ഒരു നെക്സ്റ്റ് കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ +2 സയൻസ് പഠിച്ചു, പക്ഷേ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് മാർക്ക് കുറവാണ്, അതായത് BSc നഴ്സിങ്ങിന് പോകാൻ പറ്റില്ല, BSc നഴ്സിങ്ങിന് വേണ്ടത്ര മാർക്കില്ല. പക്ഷേ എന്നാൽ നിങ്ങൾക്ക് നഴ്സിങ്ങിന് തന്നെ പോകണം, ആ ഫീൽഡിലേക്ക് തന്നെ പോകണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് ഈ GNM. ഇനി വേറൊരു കാറ്റഗറി നോക്കാം. നിങ്ങൾക്ക് മാർക്കുണ്ട്, അതായത് +2 സയൻസിൽ നല്ല മാർക്കൊക്കെ ഉണ്ട്, BSc നഴ്സിങ്ങിന് പോകാം, ബട്ട് നിങ്ങളുടെ അതിനുള്ള ബഡ്ജറ്റ് കുറവാണ്. അതായത് നിങ്ങൾക്കറിയാമല്ലോ, ഏകദേശം BSc നഴ്സിംഗ് ഏകദേശം നമുക്ക് ഫുള്ളായിട്ട് പഠിച്ചിറങ്ങണമെങ്കിൽ ഒരു മിനിമം ഒരു 7 lakhs തൊട്ട് അതിന് മുകളിലോട്ട് എമൗണ്ട് ആകുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അത്രയും എമൗണ്ട് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോക്കാൻ പറ്റുന്ന ഒരു പ്രൊഫഷൻ, നഴ്സിംഗിലെ ഒരു പ്രൊഫഷനാണ് ഈ GNM എന്ന് പറയുന്നത്. അതേ ടൈമിൽ നമ്മൾ GNMൻ്റെ ഫീസ് നോക്കിക്കഴിഞ്ഞാൽ, ഇൻക്ലൂഡിങ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, നമുക്ക് എത്രയും നാളത്തെ കോഴ്സിനും കൂടി ചേർത്തിട്ട് 2.5 to 3 lakhs നിങ്ങൾക്ക് നല്ല കോളേജിൽ പഠിച്ചിറങ്ങാൻ പറ്റും. സോ അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പം അത്രയും BSc നഴ്സിംഗ് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്ക് തീർച്ചയായിട്ടും നഴ്സിംഗ് ഫീൽഡിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹമുള്ള കുട്ടികൾക്ക് ഉറപ്പായിട്ടും ഈ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾക്ക് പറ്റില്ല, എന്നാൽ നിങ്ങൾക്ക് നഴ്സിംഗ് ഫീൽഡിൽ പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീൽഡ് നിങ്ങൾ ഉറപ്പായിട്ടും ഓപ്റ്റ് ചെയ്യാം. GNMൻ്റെ എലിജിബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ +2 പാസ്സായിരിക്കണം. അത് പക്ഷേ നിങ്ങൾ ഏത് സ്ട്രീമിൽ പഠിച്ചതായാലും കുഴപ്പമില്ല. ഇഫ് നിങ്ങൾ ഹ്യൂമാനിറ്റീസ് പഠിച്ചതായിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, ഏതായാലും നിങ്ങൾ 50% മാർക്കോടെ പാസ്സായിരിക്കണം എന്നുള്ള ക്രൈറ്റീരിയ മാത്രമാണ് ഇതിനുള്ളത്. ഇനി നമ്മൾ വേറൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ മെയിനായിട്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ എന്ത് കോഴ്സിനാണ് പോയെന്ന് ചോദിച്ചിട്ട് നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ GNMനാണ് പോകുന്നതെന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും, അയ്യോ എന്തുകൊണ്ട് GNMന് പോയി, നിങ്ങൾക്ക് BSc നഴ്സിംഗ് നോക്കിക്കൂടായിരുന്നോ എന്ന്. അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് സർക്കംസ്റ്റാൻസസ് ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ GNM ഓപ്റ്റ് ചെയ്തേ. നിങ്ങൾക്ക് മേ ബി BSc നഴ്സിംഗിന് പോകാൻ പറ്റില്ലായിരിക്കും, നിങ്ങളുടെ താല്പര്യത്തിന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സർക്കംസ്റ്റാൻസസ് നിന്നുകൊണ്ട് നിങ്ങൾക്ക് GNMനെ പോകാൻ പറ്റുള്ളൂ. സോ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബെറ്റർ ഓപ്ഷൻ ഉണ്ട്. അതായത് ഈ GNMന് ശേഷം നിങ്ങൾക്ക് 2 years കോഴ്സ് ഉണ്ട്, പോസ്റ്റ് ബേസിക് നേഴ്സിംഗ് എന്ന് പറഞ്ഞൊരു 2 years കോഴ്സ് ഉണ്ട്. ആ കോഴ്സിന് ശേഷം നിങ്ങൾക്ക് കറക്റ്റ് ഈ BSc നഴ്സിംഗിൻ്റെ അതേ വാല്യൂയിലേക്ക് തന്നെ എത്താൻ സാധിക്കും. സോ GNM എടുത്തതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഒരിക്കലും ഔട്ട്ഡേറ്റഡായി പോകാനും പോകുന്നില്ല, എന്നാൽ നിങ്ങളുടെ നഴ്സിംഗ് എന്നുള്ള ആഗ്രഹം നിങ്ങൾക്ക് സഫലീകരിക്കാനും പറ്റും. ഇനി നമുക്ക് GNM എന്നുള്ളൊരു കോഴ്സിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റി കുറച്ചും കൂടി നോക്കാം. അതായത് GNM എന്ന് പറയുന്നത് ഒരു ഡിഗ്രി കോഴ്സ് അല്ല, അതൊരു ഡിപ്ലോമ കോഴ്സാണ്. എന്നിരുന്നാലും ഒരു നോർമൽ ഡിപ്ലോമ കോഴ്സ് പോലെയല്ല, ഇതൊരു 3.5 years ഡ്യൂറേഷൻ ഉള്ളൊരു കോഴ്സാണ്. അതിൽ 3 years നിങ്ങളുടെ കോഴ്സ് ഡ്യൂറേഷനും 6 months നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം ആയിരിക്കും. ഇനി നിങ്ങൾ ഈ GNM കോഴ്സ് ഓപ്റ്റ് ചെയ്തു, അതിനുശേഷം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും പറയുമോ ഇതിന് തീരെ ജോബ് വേക്കൻസീസ് ഇല്ലല്ലോ, നിങ്ങൾ എന്തുകൊണ്ട് GNM ഓപ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അതിന് പേടിക്കണ്ട. കാരണം ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ജർമ്മനിയിൽ നമ്മുടെ ലോകത്തിലെ തന്നെ നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുന്ന വൺ ഓഫ് ദ മെയിൻ കൺട്രി എന്ന് വേണമെങ്കിൽ നമുക്ക് ജർമ്മനീനെ പറയാം. ഏറ്റവും കൂടുതൽ നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ജർമ്മനി. ഈ ജർമ്മനിയിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ GNM പഠിച്ചതായിക്കോട്ടെ, BSc നഴ്സിംഗ് പഠിച്ചവരായിക്കോട്ടെ, അവർക്ക് ഒരു ഡിഫറൻസും ഇല്ല. അവർക്ക് ഒരേ ഒരു മാനദണ്ഡമേ ഉള്ളൂ, നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് ക്വാളിഫൈഡ് ആയിരിക്കണം, അതുപോലെ തന്നെ 2 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിത്ത് ഫ്രീ വിസയോടുകൂടി GNM പഠിച്ചവർക്ക് അവിടെ പോയി ജോലി ചെയ്യാവുന്നതാണ്. ഇനി GNM കോഴ്സിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സോ, അതുപോലെ തന്നെ എങ്ങനെ ഒരു ബെസ്റ്റ് കോളേജ് തിരഞ്ഞെടുക്കാം, എങ്ങനെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം. അതായത് ആസ്പിറം ഓവർസീസ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെടാം. ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നതായിരിക്കും. സോ pursue your dream, go for it, work for it and capture it.